ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ UDF-നുണ്ടായ സമ്പൂർണ്ണ വിജയം അഭിമാനകരമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA. നിയോജക മണ്ഡലത്തിലെ വിജയിച്ച UDF ജനപ്രതിനിധികൾക്ക് MLAയുടെ നേതൃത്വത്തിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ആദരവായ സമാരംഭം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരമൊരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാവുന്നേ ഉള്ളൂ. അതിനിടയിൽ തന്നെ ഇത്തരമൊരു യോഗം വിജയിച്ച എല്ലാവരെയും വിളിച്ചു ചേർത്ത് ആദരിക്കാൻ പ്രിയപ്പെട്ട MLA തീരുമാനിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഞാനിതിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്നാ ഒന്ന് വിളിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് എനിക്ക് പോലും എൻ്റെ നിയോജകമണ്ഡലത്തിൽ വിളിക്കുന്നതിന് സമയം തരുന്നതിന് മുമ്പാണ് ഷൗക്കത്തെ വിളിച്ച് ചേർത്ത് നിങ്ങളൊക്കെ ആദരിക്കുന്നത്. എനിക്കതിലേറെ സന്തോഷമുണ്ട്. കാരണം നിലമ്പൂരിലുണ്ടായിട്ടുള്ള ഈ ഒരു വിജയം ചെറിയ വിജയമല്ല. ഞാനിങ്ങനെ ഷൗക്കത്തിനോട് ഇസ്മായിൽ മൂത്തേട്ടത്തിനോട് ആ കണക്ക് ചോദിച്ചപ്പോൾ ഏതാണ്ട് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും കൗൺസിലർമാരിലും ഏതാണ്ട് 40 പേരാണ് LDF-ൻ്റെ വിജയിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന 3-2 അതിലധികവും വിജയിച്ചത് UDF-ൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മലപ്പുറത്ത് പത്രക്കാർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിലമ്പൂരിൽ നഗരസഭ തിരിച്ചു പിടിക്കും. ഞാൻ പറഞ്ഞു, എന്താ സംശയം? തിരിച്ചു പിടിച്ചിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിയമസഭയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ 4000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊരറിവ് ഞങ്ങൾക്കുണ്ട്. അത് കൂടുതലല്ലാതെ കുറയില്ല. അതുകൊണ്ട് എന്തായാലും തിരിച്ചു പിടിക്കുമെന്നൊരു ധൈര്യം പറഞ്ഞു. പക്ഷേ നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നിലമ്പൂർ നഗരസഭയിലും നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ടായത്. ചിലരൊക്കെ ചില പഞ്ചായത്തിൻ്റെ സംശയമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ UDF-നോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള, എനിക്ക് തോന്നുന്നു, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുക. സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ വിജയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വിജയം നമുക്ക് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭയിലും വിജയം നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആര്യാടൻ ഷൗക്കത്ത് MLA അഭിനന്ദിക്കുകയാണെന്നും വ്യക്തമാക്കി. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ എന്നിവിടങ്ങളിലേക്ക് വിജയിച്ച 153 UDF ജനപ്രതിനിധികൾക്ക് ആദരവിനൊപ്പം ഉപഹാരവും നൽകി. വിജയത്തിൽ അഹങ്കരിക്കാതെ ജനങ്ങൾക്കായി പ്രവർത്തിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ജനപ്രതിനിധികളായവർ നിലമ്പൂരിന്റെ വികസനത്തിനായി പരാജയപ്പെട്ടവരെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കണം. വിജയിപ്പിച്ച പാർട്ടിയെയും മുന്നണിയെയും മറക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, VA കരീം, NA കരീം, അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, A ഗോപിനാഥ്, കൊമ്പൻ ഷംസുദ്ദീൻ, പാനായി ജേക്കബ്, പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.